എന്തായാലും നമ്മൾ ആഗ്നയിലോട്ട് ഒന്നുകൂടെ പോകുന്നു. ആഗ്ന, കൊച്ചിയിലെ ആഘോഷങ്ങൾ ഒന്നുകൂടെ വിവരിക്കാമോ? അങ്ങനെ ആ മതിമറന്ന് ആഘോഷിക്കുന്ന എത്ര പേരെ കാണാം? Confirmation then of what happened in the chase for New Zealand. They had an opening partnership that may have given them a little bit of hope, but unfortunately for them, when Alan was dismissed, it just was a bit of a procession of wickets from then on. 52 from Seifert, that makes him the fourth player to have a half century, a semi-final and a final of a T20 World Cup, but nowhere near enough. Santner, it was more about survival towards the end, and unfortunately, nowhere near the title. It might look slightly easier when you've got 255 on the board. But they're all pretty good. Arshdeep with his 4 overs, none for 32. He's still got to get the job done again. ഇന്ത്യ ഇതുമാതിരി ഒരു വിജയം ഇനി ഉണ്ടാവില്ല. പൊരുതിയാണ് ജയിച്ചേക്കണത്. നല്ല വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചറപുറ വിക്കറ്റാ പോയേക്കണത്. ഇതിലൊരു അഭിമാനം നമുക്കിനി എന്താ വേണ്ടത്? നമ്മുടെ ഇന്ത്യ വിജയിച്ച് നമ്മുടെ അഭിമാനമാണ്. എന്തായാലും വളരെ സന്തോഷം. ഇന്ന് ഇവിടെ കണ്ടില്ലേ, ഇത്രയും പിള്ളേരും നാട്ടുകാരും എല്ലാവരും ഈ ഗ്രീസ് പബ്ലിക് സ്കൂള് ഇതിനു വേണ്ടി ഒരുക്കി തന്ന സാബ് സാറിനോട് പ്രത്യേക നന്ദി ഞാൻ അറിയിക്കണേണ്. സ്വന്തം ആദ്യമായിട്ടാണ് ഇന്ത്യ സ്വന്തം നാട്ടിൽ വേൾഡ് കപ്പ് നടന്നത്. ഒരു രാജ്യം പോലും വേൾഡ് കപ്പ് സ്വന്തം നാട്ടിൽ നേടിയിട്ടില്ല. ഏതെങ്കിലും വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ? ഇല്ല. സ്വന്തം രാജ്യത്ത് വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട്. എന്ത് കാരണം കൊണ്ടാണ്? മലയാളി കരുത്ത് സ്വന്തം രാജ്യത്തിൽ നേടിയിട്ടുള്ളത്. ഏതെങ്കിലും വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടോ? ഒരു രാജ്യം നേടിയിട്ടില്ല. അത് ഞങ്ങൾ പിടിച്ചെടുത്തു. ആര് പിടിച്ചെടുത്തു? വിഴിഞ്ഞം. ആര് പിടിച്ചെടുത്തു? വിഴിഞ്ഞം പിടിച്ചെടുത്തു. സ്വന്തം രാജ്യത്തിൽ വേൾഡ് കപ്പ് ഞങ്ങൾ പിടിച്ചെടുത്തു. ഒരു രാജ്യവും എടുക്കാൻ പറ്റാത്ത ഒരു വേൾഡ് പിടിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സംഭവം ഞങ്ങൾ പിടിച്ചെടുത്തു. ആരോ പിടിച്ചെടുത്തു? ഞങ്ങൾ വിഴിഞ്ഞം പിടിച്ചെടുത്തു. വിഴിഞ്ഞെന്നേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 3 ദിവസം മുമ്പേ അവിടെ നോക്കൂ, കട്ടൗട്ട് ലോർഡ്സ് ടീമിന്റെ ഞങ്ങള് ലോർഡ്സ് ടീമിന്റെ കട്ടൗട്ട് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ആ കട്ടൗട്ട് വയ്ക്കണം പറഞ്ഞിട്ട് അതേ രീതിയിൽ നമ്മളെ പയ്യെ ഇന്ന് വിരസി ചാപ്പി ഞങ്ങൾ ലോർഡ്സ് ടീമിന് വളരെ അഭിമാനം. That would be what a great moment, Irfan. I'm sure you're with 1.4 billion people as they cherish this victory. Absolutely, one of the greatest moments. കണ്ടത് ഭയങ്കര സങ്കടമായി. മാറ്റിയിട്ട് 3 കളി, ഒരു 5 കളി കളിക്കായിരുന്നു മാറ്റി. അങ്ങനെ ക്യാരി അടിച്ചെടുക്കുമ്പോൾ ആരും അടിക്കും. കോഹ്ലി റെക്കോർഡ് കൂട്ടിയുണ്ട്. കണ്ട കോഹ്ലി റെക്കോർഡ്. സഞ്ജു പയർ എന്ത് കണ്ടല്ലോ. It's always the best feeling when India is winning, and the way the Indian team has been playing in this whole series, is fabulous. ദിനേശ്
ദിനേശ് കാർത്തിക് പറഞ്ഞൊരു വാചകത്തിലേക്കാണ് പോകുന്നത്. സഞ്ജു സാംസൺ പുറത്തായപ്പോൾ ദിനേശ് കാർത്തിക് പറഞ്ഞൊരു വാചകമാണ് വൺസ് അഗെയിൻ ഹി പുട്ട് ഹിംസെൽഫ് അഹെഡ് ഓഫ് ദി ടീം എന്നുള്ളതാണ്. അതായത് അയാളെ തന്നെ ബലി കൊടുക്കുന്ന കാഴ്ച. അയാൾക്ക് വേണമെങ്കിൽ കൊട്ടി കളിച്ച് സെഞ്ചുറി അടിക്കാം, അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അയാൾ ടീമിന് വേണ്ടി അയാളെ തന്നെ മുന്നിട്ട് കൊണ്ടുപോകുന്ന കാഴ്ച വന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി തുടങ്ങുന്ന ഒരു കാഴ്ചയിലേക്ക്. ഈ ഇന്നിങ്സ് തുടങ്ങുന്നതിന് മുമ്പ്, ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് സൂര്യകുമാർ യാദവ് കുറച്ച് ഡൗൺ ആയപ്പോൾ ടീമിനെ മോട്ടിവേറ്റ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് ഇറക്കാൻ സഞ്ജു സാംസൺ ആണ് വന്നത്. സഞ്ജു സാംസൺ ആണ് ടീമിനെ മൊത്തത്തിൽ പറഞ്ഞ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ടീമിനെ 11 പേരെയും ഊർജ്ജസ്വലരായി ഫീൽഡിങ്ങിലേക്ക് ഇറക്കിയത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അല്ല, സഞ്ജു സാംസൺ ആണ്. അതിന്റെ ക്ലിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും സ്വാഭാവികമാണ് ടീമിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ മത്സരവും മാൻ ഓഫ് ദി മാച്ചായി ഹാർദിക് പാണ്ഡ്യ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നത്. ഹാർദിക് പാണ്ഡ്യ ആണ് മാൻ ഓഫ് ദി മാച്ച് എന്നാണ് വിശ്വസിക്കുന്നത്. 4 വിക്കറ്റുകൾ ഹാർദിക്കിന്റെ ഭാഗത്ത് നിന്ന്. ക്ഷമിക്കണം, ജസ്പ്രീത് ബുംറ ആണ് മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് നേടുന്നത്. 4 വിക്കറ്റുകൾ ബുംറ സ്വന്തമാക്കിയിരുന്നു, സ്വാഭാവികമാണ്. പക്ഷേ ജസ്പ്രീത് ബുംറ 4 വിക്കറ്റുകൾ നേടിയിരുന്നു. 12 റൺ മാത്രം വിട്ടുകൊടുത്ത്, 4 ഓവറിൽ നിന്നും 12 റൺ മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകൾ നേടിയ ഗംഭീരമായ കളിയാണ്. നമ്മൾ മറന്നു പോകരുത്, ന്യൂസിലൻഡിന്റെ നട്ടെല്ല്, ബാക്ക് എൻഡ് എല്ലാം അടിച്ച് തെറിപ്പിച്ച ബൗളർ ജസ്പ്രീത് ബുംറ. വൺസ് ഇൻ എ ജനറേഷൻ ബൗളർ. വീണ്ടും തെളിയിക്കുന്നു വൈ ബുംറ ഈസ് ദ വൈറ്റൽ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നുള്ളത്. എന്തായാലും പ്ലെയർ ഓഫ് ദി മാച്ചായി ജസ്പ്രീത് ബുംറ വരികയാണ്. സഞ്ജു സാംസൺ അല്ല. 89 റൺസ് നേടിയെങ്കിൽ പോലും അവസാനം ന്യൂസിലൻഡിനെ പിടിച്ചു കെട്ടാൻ ബുംറയാണ് കാരണക്കാരൻ എന്നുള്ളത് കൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറയുടെ 4 പ്രധാനപ്പെട്ട വിക്കറ്റ്, സ്റ്റാർട്ടിംഗ് ഫ്രം രച്ചിൻ രവീന്ദ്രയിൽ നിന്ന് തുടങ്ങി ജിമ്മി നീഷത്തിന്റെ വിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നീടും പോകുന്നു 2 പ്രധാനപ്പെട്ട വിക്കറ്റുകൾ. 4 വിക്കറ്റുകൾ മൊത്തത്തിൽ ഈ ICC T20 ലോകകപ്പിലെ മോസ്റ്റ് വിക്കറ്റ് ടേക്കിംഗ് ബോളേഴ്സിൽ ആദ്യത്തെ 2 സ്ഥാനങ്ങൾ ജസ്പ്രീത് വരുൺ ചക്രവർത്തിയും ഷെയർ ചെയ്യുന്ന കാഴ്ച. രണ്ടുപേരും 14 വിക്കറ്റുകൾ നേടി മോസ്റ്റ് വിക്കറ്റ് ടേക്കേഴ്സ് ഇൻ ദസ് ടൂർണമെന്റ്. എന്തായാലും 2 ഇന്ത്യക്കാരുടെ കൈകളിലേക്കാണ് എത്തുന്നത്. അതിൽ പരം അഭിമാനം വേറെ എന്ത് വേണം. വരുൺ ചക്രവർത്തി റൺസ് ലീക്ക് ചെയ്തത് കൊണ്ട് തന്നെ എക്കോണമിക്കൽ ആവുന്നത് കൊണ്ട് ബുംറ ആ ലിസ്റ്റിൽ 1ാം സ്ഥാനത്തേക്ക് എത്തി എന്ന് മാത്രം. എന്തായാലും ഹിസ്റ്ററി ഇസ് ക്രിയേറ്റഡ് അറ്റ് നരേന്ദ്രമോദി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഇൻ ഹൈദരാബാദ് എന്നതും പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും ആഗ്രഹിച്ച കപ്പ് ഡിഫെൻഡിങ് ചാമ്പ്യൻസ് തന്നെ ആ കപ്പ് വിട്ടുകൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച മൊമെന്റും കൂടിയായിരുന്നു ഇത്. അതായത് നമ്മൾ ഇപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന പോലെ കിവീസിന്റെ ചിറകറ്റുകൊണ്ടാണ്. ഒരിക്കലും ഇത് ന്യൂസിലൻഡിന് ജയിക്കാൻ കഴിയുന്ന ഒരു മത്സരമായിരുന്നില്ല. 255 റൺസ്, ഫ്ലാറ്റ് ട്രാക്ക്, ബാറ്റിംഗ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞാൽ പോലും കിവീസ് മത്സരം തുടങ്ങി. രണ്ടാമത് തുടങ്ങിയപ്പോൾ തന്നെ അവരുടെ കയ്യിൽ നിന്നും കളി പോകുന്ന കാഴ്ചയാണ്. അതിൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോലീസ് ഇറങ്ങുന്ന കാഴ്ചകൾ കാണാൻ നമുക്ക് സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സ്വാഭാവികമാണ്, തെരുവിലേക്ക് ഇറങ്ങും ആളുകൾ ആഘോഷിക്കാൻ വേണ്ടി പടക്കം പൊട്ടിക്കും. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. ആ ക്രൗഡ് മാനേജ് ചെയ്യേണ്ടതും അവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇറങ്ങുകയാണ്. രാജ്യത്തെ പല തെരുവുകളിലും ഇതാണ് അവസ്ഥ. സ്വാഭാവികമാണ്, ത്രിവർണ്ണ പതാക ഏന്തി ആളുകൾ ഇറങ്ങുന്ന കാഴ്ചയും കാണാം. പക്ഷേ നമ്മുടെ 11 താരങ്ങളെയും അഭിനന്ദിക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതും സ്വാഭാവികമായ ചോദ്യം തന്നെയാണ്. എന്തായാലും സഞ്ജു സാംസന്റെ പ്രകടനത്തിലൂടെ ഇപ്പോൾ ഒരു വിഴിഞ്ഞം സ്വദേശി പറഞ്ഞതുപോലെ തന്നെ ഇത് വിഴിഞ്ഞത്തിന്റെ കപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവികമാണ്, ഈ നിമിഷത്തിൽ ഇമോഷൻസ് ഒഴുകും. മലയാളികൾക്കായാലും ഇന്ത്യ ഒട്ടാകെയുള്ളവരുടെ ഇമോഷൻസ് ഒഴുകും. പക്ഷേ ഇറ്റ്സ് എ സിനിമാറ്റിക് മൊമെന്റ് സഞ്ജു സാംസനെ സംബന്ധിച്ചിട്ടുള്ള. ആസ് എ പ്ലെയർ അയാൾക്ക് ഈ ഒരു ടൂർണമെന്റിൽ മാത്രം ഒരു സിനിമ അയാളുടെ ജീവിതത്തിൽ കയറി ഇറങ്ങി പോയ ഒരു സിറ്റുവേഷൻ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് വീണ്ടും ആഘോഷങ്ങളാണല്ലോ തെരുവുകളിലേക്ക്. അവിടെ തന്നെ ആളുകൾ ഇറങ്ങുന്നത്. ആജ്ഞയിലേക്കാണ് പോകുന്നത്. ആജ്ഞ എങ്ങനെയുണ്ട് നിലവിലത്തെ സാഹചര്യം? ആളുകളൊന്ന് അടങ്ങി തുടങ്ങിയോ? മുന്നിലൊക്കെ ആളുകൾ ഡാൻസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഹരിയുടെ എന്റെ ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഒരു ചെറിയ ശ്രമനമുണ്ട്. എന്നിരുന്നാലും സന്തോഷമാണ്. തീരെ എന്താ പറയുക, ഉപേക്ഷിച്ച് പെട്ടെന്ന് കഴിഞ്ഞു പോകേണ്ടുന്ന ഒരു മൊമെന്റ് അല്ലാത്തത് കൊണ്ടും പലരും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. പലരും ഓരോ കളിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒരൊറ്റ കാര്യം ബ്രേക്ക് ചെയ്തോട്ടെ ആജ്ഞ.
ഒരൊറ്റ നിമിഷം മാത്രം സമയം തരിക. ICC പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു വിശ്വനാഥൻ സാംസൺ. 5 മത്സരങ്ങളിൽ നിന്ന് മാത്രം കളിച്ച് ഈ ലോകത്ത് കപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരമായി മാറി. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡും പൊട്ടിച്ച ആ മനുഷ്യൻ ഇതാ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയി മാറുന്നു. ഞാൻ എവിടെ നിന്ന് അവസാനിപ്പിച്ചു അവിടെ നിന്ന് തുടങ്ങട്ടെ. സിനിമാറ്റിക് ഇന്നിംഗ്സ് ആണ് സഞ്ജു സാംസണ്. ഈ ടൂർണമെന്റിന് മുന്നേയുള്ള ന്യൂസിലൻഡ് സീരീസിൽ ഫോം ഔട്ട് ആയതിന്റെ പേരിൽ ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെട്ട് ടീമിൽ നിന്ന് ബാക്ക് ഫയറായി കിട്ടി. ഇഷാൻ കിഷൻ ആ സ്ഥാനം നേടിയതിനു ശേഷം ഈ ടീമിൽ ഉടനീളം സ്ഥിര സാന്നിധ്യം സഞ്ജു സാംസൺ ഇല്ല. നമീബിയക്കെതിരായ മത്സരത്തിൽ അഭിഷേക് ശർമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് മാത്രം ടീമിൽ സ്ഥാനം നേടിയ സഞ്ജു ഈ 8 പന്തിൽ നിന്നും 22 റൺസ് അടിച്ചു. അതിനുശേഷം അഭിഷേക് ശർമ്മ വീണ്ടും ഓക്കെയായി. സഞ്ജു സാംസന്റെ സ്ഥാനം നഷ്ടമാകുന്നു. വീണ്ടും സഞ്ജു സാംസൺ ഇറങ്ങുന്നു. പക്ഷെ വീണ്ടും സ്ഥാനമില്ല. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഒരു പടുകൂറ്റൻ തോൽവി ഇതേ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ വഴങ്ങിയപ്പോഴാണ് സഞ്ജുവിന്റെ വില ടീമിന് മനസ്സിലാകുന്നത്. തിരികെ വിളിക്കുകയാണ് സഞ്ജുവിനെ. തിരികെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ ഇനി പോക്കുമില്ല വരവുമില്ല, ഇനി ഞാൻ സ്ഥിരമാണ് എന്ന് വിളിച്ചോതുന്ന 3 മാജിക്കൽ ഇന്നിംഗ്സ്. ഒന്ന് വിൻഡീസിനെതിരെ 97 റൺസ്, നിർണായകമായ വെർച്വൽ ക്വാർട്ടർ ഫൈനൽ. ഇന്ത്യ ജയിച്ചില്ലെങ്കിൽ ഇന്ത്യ പുറത്താണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് 97 റൺസ് 50 പന്തിൽ. രണ്ടാമത്തെ മത്സരം സെമി ഫൈനൽ മത്സരം. ആ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 89 റൺസ് 42 പന്തിൽ. ഇന്നിതാ അതേ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇതാ വീണ്ടും അതേ 89 റൺസ് ഇത്തവണ 46 പന്തിൽ നേടുമ്പോൾ അയാൾ ചിരിക്കുകയാണ്. 5 മത്സരങ്ങളിൽ നിന്നും അയാൾ നേടിയെടുത്ത റൺസ് ഇതുവരെ മൊത്തം കളികളും കളിച്ചവർക്ക് പോലും എടുക്കാൻ കഴിയാത്തതിന്റെ മുഴുവൻ തരത്തിലുമുള്ള സന്തോഷം അയാളുടെ ഉള്ളിലുണ്ട്. സ്വാഭാവികമായിട്ടും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മൊമെന്റ്. ന്യൂസിലൻഡ് സീരീസിൽ അയാൾ പരാജയപ്പെട്ടപ്പോൾ അയാളുടെ കൂടെ നിന്ന അയാളുടെ പത്നി ചാരുലത രമേശ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. സഞ്ജു സാംസന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ആ പോസ്റ്റ് ഇട്ടത്. ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ചില കാര്യങ്ങൾ വിവരിക്കാൻ കഴിയില്ല, അപ്പോൾ മൗനം പാലിക്കുക എന്നതായിരുന്നു ആ ക്യാപ്ഷൻ. അയാൾ കഴിഞ്ഞ മത്സരത്തിലെ വിജയത്തിന് ശേഷം 89 റൺസ് അടിച്ചതിന് ശേഷം അയാളുടെ ഭാര്യ ചാരുലത വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. ചാരുലത പോസ്റ്റ് ഇട്ടത് സഞ്ജുവിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട്. ക്യാപ്ഷൻ അതുപോലെ: ചില കാര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അപ്പോൾ മൗനം പാലിക്കണമെന്ന് തന്നെയാണ്. 2 ഡിഫറെന്റ് സിറ്റുവേഷൻസ്, 2 ഡിഫറെന്റ് ഇമോഷൻസ്. ക്യാപ്ഷൻ ഒന്ന് മാത്രം. സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകുന്ന കാഴ്ച. മിനിമൽ മത്സരങ്ങൾ കളിച്ച് സഞ്ജു സാംസൺ ആ റെക്കോർഡ് കൂടി സ്വന്തമാക്കുന്നു. ആജ്ഞയിലേക്ക് പോകുന്നു. ആജ്ഞ: സഞ്ജു പ്ലെയർ ഓഫ് ദ ടൂർണമെന്റുമായി ഇന്ത്യ കപ്പ് അടിച്ചു. ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? തീർച്ചയായിട്ടും ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ സഞ്ജുവിനെ തള്ളിപ്പറഞ്ഞവരും ഒറ്റപ്പെടുത്തിയവരും അവസരങ്ങൾ നൽകാതെ മാറ്റി നിർത്തിയവർക്കും ഒക്കെ വലിയ തിരിച്ചടിയായിട്ടാണ് സഞ്ജു തിരിച്ചു വരുന്നത്. ഹരി സൂചിപ്പിച്ച മത്സരത്തിൽ തന്നെ അപമാന ഭാരത്തോടെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.